ഇലക്ട്രിക് സ്കൂട്ടർ വിൽപ്പന രംഗത്ത് പുത്തൻ വിസ്മയങ്ങളുമായി ഇവനോവെ ഇലക്ട്രിക് വെഹിക്കിൾ സൊല്യൂഷൻ സെയിൽസ് ആൻഡ് സർവീസ് ചേലക്കരയിൽ പ്രവർത്തനം ആരംഭിച്ചു. 49,999 രൂപയ്ക്ക് പുത്തൻ ഇലക്ട്രിക് സ്കൂട്ടർ സ്വന്തമാക്കാൻ ഒരു അവസരം. ആകർഷകമായ ഡിസൈനിൽ രൂപകൽപ്പന ചെയ്ത ഫ്രണ്ട് ഡിസ്ക് ബ്രേക്ക്, LED ഹെഡ്ലൈറ്റ്, വിശാലമായ സ്റ്റോറേജ് സ്പേസ്, ഓട്ടോമാറ്റിക് ചാർജർ കട്ട് ഓഫ് തുടങ്ങിയവ ഇവനോവയുടെ പ്രത്യേകത. അത്യാകർഷകമായ മോഡലുകളിൽ ഏറ്റവും വിലക്കുറവിൽ ക്വാളിറ്റിയിൽ വിട്ടുവീഴ്ച ചെയ്യാതെ ഇലക്ട്രിക് സ്കൂട്ടറുകൾ സ്വന്തമാക്കാൻ സന്ദർശിക്കൂ ഇവനോവെ ഇലക്ട്രിക് വെഹിക്കിൾ സൊല്യൂഷൻസ്, ഉദുവടി, ചേലക്കര. ഫോൺ 6238627700 9567597700. ചേലക്കര ലയൺസ് ക്ലബിന്റെ നവംബർ മാസത്തെ ജനറൽ ബോഡി, ഫാമിലി ഗെറ്റ് ടുഗദർ, ഫസ്റ്റ് VDGയുടെ ഔദ്യോഗിക സന്ദർശനം എന്നിവ സംഘടിപ്പിച്ചു. ലയൺസ് ക്ലബ് 318D വൈസ് ഡിസ്ട്രിക്ട് ഗവർണർ സുരേഷ് വാര്യർ പരിപാടി ഉദ്ഘാടനം ചെയ്തു. ഞാൻ അത്ഭുതത്തോടു കൂടി കേട്ട ഒരു കാര്യം, 600 ചില്ലാം സർവീസ് പ്രോജക്ട്സുകൾ ചേലക്കര ലയൺസ് ക്ലബ്ബ് ഈ പരിസര പ്രദേശങ്ങളിൽ ജനങ്ങൾക്ക് വേണ്ടി ചെയ്തു എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ ഇന്ന് നടന്ന ഗാട്ട് മീറ്റിങ്ങിൽ ഞങ്ങളെക്കാൾ കൂടുതൽ ഇരിക്കാൻ യോഗ്യർ ചേലക്കര ലയൺസ് ക്ലബ്ബിലെ അംഗങ്ങളാണ് എന്ന് പറയാതെ വയ്യ എന്നതാണ് എനിക്ക് തോന്നുന്നത്. കാരണം 6 മാസം കൊണ്ട് ഒരു 600 ചില്ലാം പ്രോഗ്രാമുകൾ ചെയ്യുക എന്നൊക്കെ പറയുന്നത് അത് അസാധ്യമായി ഒന്നുമില്ല എന്ന് നമ്മെ തെളിയിച്ച നെപ്പോളിയൻ്റെ പിൻഗാമികളാണോ ഇവിടെയുള്ളവർ എന്ന് സംശയിക്കുന്ന തരത്തിലുള്ള ഒരു പ്രവർത്തനമാണ്. തീർത്തും അത് വളരെ മനോഹരമായ ഒരു കാര്യമാണ്. ചേലക്കര ഹോട്ടൽ അരമനയിൽ വെച്ച് നടന്ന യോഗത്തിൽ ലയൺസ് ക്ലബ്ബ് പ്രസിഡന്റ് സുരേഷ് തൈക്കാട്ടിൽ അധ്യക്ഷനായി. എന്നിരുന്നാലും കഴിഞ്ഞ മാസം നമുക്ക് നടത്താൻ സാധിച്ചിട്ടില്ല ആശുപത്രിയിലെ കഞ്ഞി വിതരണവും ഭക്ഷണ വിതരണം, അതുപോലെ നേത്ര ചികിത്സാ ക്യാമ്പ്, എയർ ബെഡിന്റെ വിതരണം, വാക്കറിന്റെ വിതരണം, അതുപോലെ തന്നെ നമ്മൾ റീജിയനിൽ നടത്തിയിട്ടുള്ള ദീപാവലി ആഘോഷങ്ങളുടെ ഭാഗമായി പങ്കെടുത്ത് നമുക്ക് വളരെയധികം സഹായിച്ച നമ്മുടെ അംഗങ്ങൾ, അതുപോലെ തന്നെ ശശിയേട്ടൻ്റെ നേതൃത്വത്തിൽ നമുക്കൊരു നല്ല ഓഫീസ് സംവിധാനം സജ്ജമായി കൊണ്ടിരിക്കുകയാണ്. നേരത്തെ ശശിയേട്ടൻ അത് പറഞ്ഞു. അതിൻ്റെ എല്ലാ പൂർണ്ണതയും ആയിട്ടുണ്ട്. നമ്മളത് അടുത്ത ആഴ്ചയൊക്കെ ആയിട്ട് നമ്മളതിൻ്റെ ഉദ്ഘാടനം ഉണ്ടാവും. പിന്നെ അതുപോലെ തന്നെ ക്ലബിൻ്റെ എല്ലാ സഹകരണങ്ങളും നിങ്ങൾ ഞങ്ങൾക്ക് തന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് മാത്രമാണ് നമ്മുടെ ക്ലബ്ബ് ഇത്രയും ഉയരങ്ങളിലേക്ക് എത്തിപ്പെടുവാൻ നമുക്ക് സാധിച്ചിട്ടുള്ളത്. അതിനെല്ലാവരോടും സ്നേഹത്തിന്റെ ഭാഷയിൽ നന്ദി പറയുകയാണ്. ഡിസ്ട്രിക്ട് സുപ്രീം കോർഡിനേറ്റർ വിമൽ വേണു വിശിഷ്ടാതിഥിയായി പങ്കെടുത്തു. ഇതിൻ്റെ ഒരു ആദ്യഘട്ടത്തിൽ കുറച്ച് എയർബെഡുകളും വോക്കറുമാണ് നമുക്കിവിടെ കൊടുക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. തീർച്ചയായിട്ടും ഇതിൻ്റെ രണ്ടാം ഘട്ടം കൂടുതൽ ആവശ്യക്കാരുണ്ടെങ്കിൽ നമുക്കത് കൊടുക്കാമെന്നുള്ളൊരു ഉറപ്പ് കൂടി ഈ ഒരു അവസരത്തിൽ നൽകുകയാണ്. തീർച്ചയായിട്ടും അടുത്ത കൊല്ലം നമ്മളുടെ പ്രിയങ്കരനായിട്ടുള്ള സുരേഷ് വാര്യരുടെ കാലഘട്ടത്തിൽ കുറച്ചും കൂടി സർവീസിന് പ്രാധാന്യം കിട്ടുന്ന രീതിയിൽ അദ്ദേഹം കാര്യങ്ങൾ നോക്കും എന്നുള്ളത് ഉറപ്പാണ്. കാരണം അദ്ദേഹത്തിൻ്റെ ഒരു ശൈലി അതാണ്. ഇന്ന് തന്നെ നമ്മളിവിടെ അദ്ദേഹത്തിൻ്റെ ഒരു ഫസ്റ്റ് VDGയുടെ ഒരു പ്രസംഗം നമ്മളിവിടെ കേട്ടു. എത്ര മനോഹരമായിട്ടാണ് അദ്ദേഹം ഓരോ കാര്യങ്ങൾ ലയനസത്തെക്കുറിച്ച് പറഞ്ഞെങ്കിലും കഥകളുടെ രൂപത്തിൽ അദ്ദേഹം അത് വളരെ ലളിതമായി പറഞ്ഞ് നമുക്കെല്ലാം വളരെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ, ഇന്നും ഓർമ്മിക്കാൻ പറ്റുന്ന രീതിയിൽ വളരെ നന്നായിട്ട് അദ്ദേഹം ഇവിടെ സംസാരിച്ചു. ലയൺസ് ക്ലബ്ബ് ഡിസ്ട്രിക്ട് സെക്രട്ടറി മത്തായി പാലക്കാട്ട്, റീജിയണൽ ചെയർപേഴ്സൺ ഗോപി ചക്കുന്നത്ത്, ഡിസ്ട്രിക്ട് ചെയർപേഴ്സൺ ഡോക്ടർ VR ഉണ്ണികൃഷ്ണൻ, അഡ്വക്കേറ്റ് എൽദോ പൂക്കുന്നേൽ, സെക്രട്ടറി ശശികുമാർ, വൈസ് പ്രസിഡന്റ് G മുരളീധരൻ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു. നമ്മുടെ ജില്ലയിലെ 318Dയിലെ ആദ്യത്തെ 3 മാസത്തിനുള്ളിൽ തന്നെ റീജിയണൽ ലെവലിൽ
റീജിയൻ 6 ചേലക്കര ക്ലബ്ബ് ഒന്നാമത്താണ്. 3 മാസത്തെ റിപ്പോർട്ടിംഗ് വന്നപ്പോൾ ചേലക്കര ക്ലബ്ബ് ഡിസ്ട്രിക്റ്റിൽ ടോപ്പ് 10 6-ാമത്തെയാണ്. നമ്മുടെ ക്ലബ്ബ് ഇപ്പം റിപ്പോർട്ട് നിങ്ങൾ കേട്ട് കാണുമായിരിക്കും. 600 ചില്ലുവാനം പ്രോജക്ട്സ് നമ്മൾ ചെയ്തു കഴിഞ്ഞുള്ളതാണ്. ഒരു സ്വപ്നം കാണാൻ പറ്റാത്തൊരു കാര്യമാണ്. സ്വപ്നം കാണാൻ പറ്റാത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഞാൻ ഒരു കാര്യം സത്യമായിട്ട് പറയട്ടെ. അതായത് ഈ ഇൻ്റർനാഷണൽ ബെസ്റ്റ് പ്രസിഡന്റ് അവാർഡ് എനിക്ക് കിട്ടിയത്, ഞാൻ അതിൻ്റെ ബാഡ്ജാണ് ഞാൻ ഈ കുത്തിയിരിക്കുന്നത്. ഇൻ്റർനാഷണൽ അവാർഡാണ്. അന്ന് ഞാൻ ചെയ്തത് വെറും 56 പ്രോജക്റ്റാണ്. ഞാൻ പ്രസിഡൻ്റായിരുന്നപ്പോൾ അന്ന് 15 മെമ്പേഴ്സ് ഉണ്ടായിരുന്നുള്ളൂ എന്ന് വിചാരിക്കാം. എന്നിരുന്നാലും ഇപ്പോൾ 600 ചില്ലുവാനും പിന്നെ ഈ സർവീസ് പ്രോജക്ട്സ് നമ്മൾ ചെയ്യാന്ന് പറയുമ്പോൾ അത് നമുക്ക് വാസ്തവം പറഞ്ഞാൽ ആലോചിക്കാൻ തന്നെ പറ്റുന്നില്ല. ഈ 500ാമത്തെ പ്രോജക്റ്റൊക്കെ ജില്ലാ നേതാക്കളെ വിളിച്ചു വരുത്തി ആഘോഷമായിട്ട് ചെയ്യണമെന്ന് വിചാരിച്ചത്. പക്ഷേ 500ൻ്റെ പേജൊക്കെ മറിഞ്ഞു പോയത് അറിഞ്ഞില്ല എന്നുള്ളതാണ്. പിന്നെ എങ്ങനെയാണ് 500ഒക്കെ? പക്ഷെ 1000ൻ്റെ അങ്ങനെയല്ല സാറേ. ഞങ്ങൾ കേമന്മാരെ എല്ലാവരെയും വിളിച്ചു വരുത്തി തന്നെ ഞങ്ങളത് ചെയ്യും, ആഘോഷിക്കും. ലോകത്തിലെ ഏറ്റവും വലിയ സേവനം ചെയ്യുന്നു എന്ന് പറയുന്ന പ്രസ്ഥാനമായ ലയൺസ് പ്രസ്ഥാനത്തിൽ ഏകദേശം 46 അംഗങ്ങളുള്ള ഈ ക്ലബിൽ 670-ലധികം സേവനങ്ങൾ നമ്മൾ ചെയ്തു കഴിഞ്ഞു എന്ന് പറയുന്നത് ഈ പ്രസ്ഥാനത്തിൻ്റെ ഈ ലയണിസം ചേലക്കരയുടെ ഒരു ഭാഗമായി എനിക്കത് വളരെ അഭിമാനമുണ്ട്. അപ്പം അത്തരം പ്രവൃത്തികളെല്ലാം നമ്മൾ ചെയ്യുമ്പോൾ അതെല്ലാം നമ്മൾ സന്തോഷത്തോടു കൂടി, എണ്ണത്തിനപ്പുറം വണ്ണത്തിനപ്പുറം നമ്മുടെ മനസ്സുകൊണ്ട് നമ്മൾ മറ്റുള്ളവർക്ക് ചെയ്യുന്ന ആ സേവനം, അതിൽ സന്തോഷം കണ്ടെത്തുക എന്നാണ് അദ്ദേഹം ഉദ്ദേശിച്ചതെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. നമ്മൾക്ക് നിയോഗിക്കപ്പെട്ട നമ്മുടെ ഈ കാലയളവിൽ ഒടുക്കവും തുടക്കവും അറിയാത്ത കുറച്ചു കാലം മാത്രം ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ നാം എത്രമാത്രം വിദ്യാഭ്യാസം ഉണ്ടായാലും ശരി, എത്രമാത്രം സമ്പന്നത ആർജിച്ചതെല്ലാം അത് ഏത് രീതിയിലായാലും കട്ടിട്ടായാലും ശരി, കഷ്ടപ്പെട്ടിട്ടായാലും ശരി, അതെല്ലാം തന്നെ അതിൻ്റെ ഒരു ചെറിയ ഭാഗം മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുമ്പോഴാണ് യഥാർത്ഥത്തിൽ ശരിയായ സന്തോഷം നാം അനുഭവപ്പെടുന്നതെന്ന് എൻ്റെ 40-41 വർഷത്തെ പൊതുജീവിതത്തിലും 10-18 കൊല്ലത്തെ ലയൺസ് പ്രസ്ഥാനവുമായുള്ള യാത്രയിൽ ഞാൻ മനസ്സിലാക്കുന്നത്. അതെൻ്റെ ബോധ്യം മാത്രമാണ്. നിങ്ങൾ ഇത്രമാത്രം സന്തോഷവതിയായി ജീവിക്കാൻ കാരണം എന്താണ് എന്നുള്ളതിന് ഞങ്ങൾക്ക് ഈ ഗ്രാമത്തിലെ ആളുകൾക്ക് ഇപ്പോഴെങ്കിലും അത് പറഞ്ഞു തരാൻ പറഞ്ഞു. അപ്പോൾ ആ കുലീനതയുള്ള ആ സ്ത്രീ പറഞ്ഞത് ഇതാണ്: സന്തോഷം കിട്ടണമെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യണം. വലിയ ആളെന്നോ ചെറിയ ആളെന്നോ പാവപ്പെട്ടവനെന്നോ പണക്കാരനെന്നോ വ്യത്യാസമില്ല. സേവനം ആർക്കൊക്കെ ആവശ്യമുണ്ടോ, സഹായം ആർക്കൊക്കെ അവകാശമുണ്ടോ, ആവശ്യമുണ്ടോ, അവർക്ക് ചെയ്തു കൊടുക്കുക. അങ്ങനെ ചെയ്തു കൊടുത്താൽ നമുക്ക് സന്തോഷം ഉണ്ടാവും, നമുക്ക് ഭംഗിയുണ്ടാവും, നമ്മൾ ദൈവിക ചൈതന്യമുള്ള ആളായി മാറുമെന്ന് പറഞ്ഞ് അവർ മരിച്ചു. പ്രിയമുള്ളവരെ, അപ്പൊ ലയൺസ് പ്രസ്ഥാനം സേവനമാണ് ചെയ്യുന്നത്. സേവനം ചെയ്യുമ്പോൾ നമ്മളൊരു സന്തോഷം മറ്റുള്ളവർക്ക് കൊടുക്കുകയാണ്, നമ്മളൊരു ഷെയറിംഗ് ആണ്. നമ്മുടെ ചേലക്കര ലയൺസ് ക്ലബിനെ സംബന്ധിച്ചോളം മറ്റു മുൻ ലീഡേഴ്സ് പറഞ്ഞ പോലെ തന്നെ ഏറ്റവും നല്ല രീതിയിലുള്ള സർവീസ് പ്രൊജക്റ്റുകളിലൂടെ ഈ ഒരു വർഷം ചേലക്കരയുടെ ജനഹൃദയങ്ങൾ കീഴടക്കിക്കൊണ്ട് ഏറ്റവും നല്ല രീതിയിലുള്ള സർവീസ് പ്രൊജക്റ്റ്, എവിടെയാണോ സർവീസ്, വി സർവ് എന്ന് പറയുന്ന ആ ഒരു ആപ്തവാക്യം വളരെ യാഥാർത്ഥ്യമായി അതിൽ ക്രിയാത്മകമായിട്ട് ഈ ഒരു ചേലക്കരയുടെ ഭാഗങ്ങളിൽ വിവിധ മേഖലയിൽ പ്രവർത്തിക്കാൻ സാധിച്ചു എന്നുള്ളതും, അതിൽ എനിക്ക് ഒരു ഡിസ്ട്രിക്ട് ചെയർമാൻ എന്നുള്ള രീതിയിൽ പാലിയേറ്റീവ് കെയറുമായി ബന്ധപ്പെട്ട് ലയൺ വിമൽ സാറും അതുപോലെ തന്നെ എല്ലാവരുടെയും സഹകരണവും ഗോപി ചക്കുന്നത്തിൻ്റെ പാലിയേറ്റീവ് ആയി ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹത്തിൻ്റെ സഹകരണങ്ങളും എല്ലാമായി നമ്മളൊരു കൂട്ടായ്മയിലൂടെ നമ്മൾ ഈ ഒരു പ്രസ്ഥാനത്തെ ഒരു സർവീസ് ഓറിയൻറ്റഡ് ആയിട്ട് ഇവിടെ കൊണ്ടു നടക്കുകയാണ്. അതിൽ ഭാഗമാക്കാൻ കഴിഞ്ഞതിലും അതിൻ്റെ എല്ലാ കാര്യങ്ങളിലും ഇവിടെ ലീഡർഷിപ്പ്
വളരെ ഭംഗിയായിട്ട് കൊണ്ടുപോകുന്നുണ്ട്. ലയൺസ് ക്ലബിന്റെ സർവീസ് പ്രൊജക്ടിന്റെ ഭാഗമായി ക്ലബ്ബ് ട്രഷറർ ഡിക്സൺ സംഭാവന നൽകിയ ഓക്സിജൻ കോൺസെൻട്രേറ്റർ ആൽഫ പാലിയേറ്റീവ് കെയറിനു വേണ്ടി ഗോപി ചക്കുന്നത്ത് ഏറ്റുവാങ്ങി. ക്ലബിന്റെ എല്ലാ സർവീസ് പ്രവർത്തനങ്ങൾക്കും സജീവ പങ്കാളിത്തവും നേതൃത്വവും നൽകുന്ന ജയശ്രീ ശശികുമാർ, സുനിത പ്രഭാകർ, ശ്രീദീപ മുരളീധരൻ എന്നിവരെ ചടങ്ങിൽ വെച്ച് ആദരിച്ചു. റൈറ്റ് വിഷൻ ന്യൂസ്, ചേലക്കര. അതിനൂതന ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ നഗരങ്ങളെ പോലും വെല്ലുന്ന സൗകര്യങ്ങളുമായി നമ്മുടെ ചേലക്കരയിൽ നാച്ചുറൽസ് മെൻസ് ആൻഡ് കിഡ്സ് ബ്യൂട്ടി പാർലർ, ഡോക്ടർസ് ടവർ, നിയർ ബസ് സ്റ്റാൻഡ്, ചേലക്കര.